Hello everyone, welcome to True One. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജി കേട്ടറ്റിലെ മുൻവർഷ ചോദ്യങ്ങളാണ്. സോ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിൽ നമുക്ക് ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു സബ്ജക്റ്റ് സൈക്കോളജിയും പെഡഗോജിയുമാണ്. അതുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളിലൂടെയാണ് ഓരോ ദിവസവും നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10-15 ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് എങ്കിലും അതിനോട് അനുബന്ധമായ വിവരങ്ങൾ കൂടി നമ്മൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലാസ്സിലൂടെ ഒരുപാട് ഫാക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പോയിന്റുകൾ നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാനുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ അതുകൂടി ഉപയോഗപ്പെടുത്തുക. സോ ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം, ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ആരാണ്? ഘടനാവാദം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലിസമാണ്. സ്ട്രക്ചറലിസവുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്കറിയാം, അത് വില്യം വൂണ്ട് ആണ് എന്ന് നമുക്കറിയാം. എന്നാൽ നിങ്ങൾ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ വില്യം വൂണ്ട് ഉണ്ടോ? ഇല്ല. ജോൺ ഡൂയി, R.S. വൂഡ്സ്വർത്ത്, E.B. ടീച്ച്നർ, E.L. തോണ്ടേക്ക്. അപ്പൊ ഇതിലെ ആരെ പറയും എന്ന് ചോദിച്ചാൽ നമ്മുടെ ടീച്ച്നർ ഉണ്ട്, ടീച്ച്നർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, വില്യം വൂണ്ട് ഘടനാവാദത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട് എങ്കിലും അതിനെ വളരെയധികം പ്രചരിപ്പിക്കാൻ കാരണമായത്, അതിനൊരുപാട് പ്രചാരം നൽകിയത് ടീച്ച്നർ ആയിരുന്നു. വില്യം വൂണ്ടിന്റെ ശിഷ്യനാണ് ടീച്ച്നർ. അപ്പൊ ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ എന്നൊരു ചോദ്യം വന്നാൽ ഒന്നെങ്കിൽ ഓപ്ഷനിൽ ആരുണ്ടാകും? വില്യം വൂണ്ട് ഉണ്ടാകും, അല്ലെങ്കിൽ ടീച്ച്നർ ഉണ്ടാകും. ഇതേ ചോദ്യം തന്നെ ഘടനാവാദത്തിന്റെ പിതാവ് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് ആരെ കൊടുക്കാൻ പറ്റുള്ളൂ? വില്യം വൂണ്ടിനെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? ഇനി സ്ട്രക്ചറലിസത്തില് വില്യം വൂണ്ടും E.B. ടീച്ച്നറും മനുഷ്യനെ പഠിച്ചപ്പോൾ ഏത് രീതി അനുസരിച്ചാണ് അല്ലെങ്കിൽ ഏത് മനഃശാസ്ത്ര ഉപാധി വെച്ചാണ് മനുഷ്യനെ പരിശോധിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ആത്മനിഷ്ഠാരീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ. അപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന സൈക്കോളജിക്കൽ ടെസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് അവർ മനുഷ്യരെ പഠിച്ചത് എന്നും മനസ്സിലാക്കുക. ദെൻ നമ്മുടെ വില്യം വൂണ്ടിനെ കുറിച്ച് നമുക്കറിയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്, മനഃശാസ്ത്രത്തിന്റെ പിതാവ്. കേട്ടറ്റിന്റെ ഭാഷയിൽ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് നമ്മൾ പറയുക. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടാണ്. ഘടനാവാദത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചാൽ വില്യം വൂണ്ടാണ്. പരീക്ഷണ മനഃശാസ്ത്രം, എക്സ്പീരിയൻഷ്യൽ സൈക്കോളജിയുടെ പിതാവ് ആര് എന്ന് ചോദിച്ചാലും വില്യം വൂണ്ട് തന്നെയാണ്. ആദ്യമായി ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദിച്ചാലും വില്യം വൂണ്ടാണ്. അത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ ലിപ്സിക്കിൽ ആദ്യമായി ഒരു മനഃശാസ്ത്ര പരീക്ഷണശാല 1879 ആര് സ്ഥാപിച്ചു? വില്യം വൂണ്ട് സ്ഥാപിച്ചു. അതോടുകൂടി മനഃശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ പഠനം ആരംഭിക്കുകയുണ്ടായി. ഓക്കെ അല്ലേ? ക്ലിയർ? സോ നമ്മുടെ ആൻസർ E.B. ടീച്ച്നർ ആയിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, E.L. തോണ്ടേക്കിനെ കാണുന്നില്ലേ? ആരാണ് E.L. തോണ്ടേക്ക്? നമുക്കറിയാം, അദ്ദേഹം ഒരു വ്യവഹാരവാദിയാണ് എന്ന് നമുക്കറിയാം, ബിഹേവിയറിസ്റ്റ് ആണ് എന്ന് നമുക്ക് അറിയാം. E.L. തോണ്ടേക്കിന്റെ പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തമാണ് ബോണ്ട് തിയറി. നമ്മൾ ബോണ്ട് തിയറി എന്നൊക്കെ പറയും, ബന്ധന സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയും. മാത്രമല്ല അദ്ദേഹം ട്രയൽ ആൻഡ് എറർ തിയറി അഥവാ ശ്രമ പരാജയ സിദ്ധാന്തവും E.L. തോണ്ടേക്കിൻ്റെതാണ്. അതും നമുക്കറിയാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് E.L. തോണ്ടേക്കിന്റെ പഠനത്രയങ്ങളുണ്ട്. പഠനത്തെക്കുറിച്ച് 3 നിയമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഓർക്കുന്നില്ലേ? ഫല നിയമം, സന്നദ്ധതാ നിയമം, ഉപയോഗ നിയമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3 നിയമങ്ങൾ അദ്ദേഹം പറയുന്നില്ലേ? സോ ഈ ഒരു 3 പഠനത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ 3 എണ്ണം പറയുന്നുണ്ട്. പഠനത്തെക്കുറിച്ച് ഒരുപാട് ലോസ് അദ്ദേഹം മുന്നോട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ E.L. തോണ്ടേക്കാണ്. അതുകൂടി ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ജോൺ ഡൂയി ആരാ? അദ്ദേഹം പ്രായോഗികതാവാദത്തിന്റെ പ്രയുക്താവാണ്. പ്രായോഗികതാവാദം എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ വരുന്നതാണ്, വിദ്യാഭ്യാസ ദർശനത്തിൽ വരുന്നതാണ്. മനുഷ്യൻ ചെയ്ത് പഠിക്കണം എന്നാണ് അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. സോ പഠനത്തിൽ പ്രൊജക്റ്റ് മെത്തേഡിന്റെ പങ്കിനെ കുറിച്ച് ഊന്നൽ നൽകിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ജോൺ ഡൂയി ആണ് എന്ന് ഓർത്തിരിക്കുക.
ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വ്യക്തിത്വ വികസനത്തിൽ ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം ബാല്യകാല സ്വാധീനം. വ്യക്തിത്വ വികസനത്തിൽ ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം ഏതാണ്? വ്യക്തിത്വ വികസനത്തില് ബാല്യകാല സ്വാധീനം, ഇത് തുടക്കത്തിൽ വരണേ. വ്യക്തിത്വ വികസനത്തില് ബാല്യകാല സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. അപ്പൊ ഒരു വ്യക്തിയുടെ വ്യക്തിവികാസത്തിൽ അവന്റെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് സ്വാധീനിക്കുന്നുണ്ട്. ഒരു വ്യക്തിത്വ വികസനത്തില് കുട്ടിക്കാലത്തുള്ള ഓർമ്മകളൊക്കെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡ് അല്ലേ? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഒരാൾ വളർന്ന് വലുതായി കഴിഞ്ഞാലും കുട്ടിക്കാല അനുഭവങ്ങൾ അവന്റെ മനസ്സിലുണ്ടാകും. എവിടെ ഉണ്ടാകും? അൺകോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. അൺകോൺഷ്യസ് മൈൻഡ്. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് റിപ്രസ്ഡ് മെമ്മറി എന്നാണ് അല്ലെ. റിപ്രസ്ഡ് മെമ്മറി, ദമനം ചെയ്യപ്പെട്ട ഓർമ്മ, റിപ്രസ്ഡ് മെമ്മറി ആയിട്ട് അബോധ മനസ്സിൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ടാകും. ഈ കാര്യങ്ങൾ നമ്മളെ മുറിവേൽപ്പിക്കുന്നു, അത് കാരണമായിട്ട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? ഇനി ബാക്കിയുള്ള തിയറീസ് ഒക്കെ നമുക്ക് അറിയുന്നതാണ്. സെൽഫ് തിയറി, കാൾ റോജേഴ്സിന്റെ സെൽഫ് തിയറി. അദ്ദേഹം പറയുന്നു ഒരു വ്യക്തിയുടെ സെൽഫ് രണ്ട് തരത്തിലുണ്ട്. റിയൽ സെൽഫ് ഉണ്ട്, ഐഡിയൽ സെൽഫ് ഉണ്ട്. യാഥാർത്ഥ്യാധിഷ്ഠിത അഹം, അതാണ് റിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ് എന്ന് പറഞ്ഞാൽ ആദർശാത്മക അഹം. നാം ആകാനാണോ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ആദർശാത്മക അഹം എന്നാണ്. നിലവിൽ യഥാർത്ഥത്തിൽ നാം ആരാണ് എന്നുള്ളത് നമ്മുടെ റിയൽ സെൽഫാണ്. അതാണ് റിയൽ സെൽഫ്, ഐഡിയൽ സെൽഫ്. ദെൻ കാൾ യൂങ്ങിന്റെ അല്ലെങ്കിൽ കാൾ ജങ്ങിന്റെ വ്യക്തിത്വ സിദ്ധാന്തം നമുക്കറിയാം. മനുഷ്യനെ അന്തർമുഖൻ, ബഹിർമുഖൻ, മനുഷ്യനെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട്, മനുഷ്യനെ ഇൻട്രോവേർട്ട്, എക്സ്ട്രോവേർട്ട് അഥവാ അന്തർമുഖൻ അതുപോലെ ബഹിർമുഖൻ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം കാൾ യൂങ് ആണ്. ക്ലിയർ? ഇനി അടുത്തത് ആൽപോർട്ട്. ആൽപോർട്ടിന്റെ സവിശേഷക സിദ്ധാന്തം അഥവാ ട്രൈറ്റ് തിയറി നമുക്കറിയില്ലേ? മനുഷ്യന്റെ വ്യക്തിത്വത്തെ 3 സവിശേഷകങ്ങളായിട്ട് അദ്ദേഹം തരംതിരിക്കുന്നുണ്ട്. മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം. കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ്, സെക്കൻഡറി ട്രൈറ്റ്, ഇങ്ങനെ 3ആയിട്ട് തരംതിരിച്ചത് ആൽപോർട്ടാണ്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ് പോകുന്നത്. അപ്പോൾ 3ആയിട്ടാണ് അദ്ദേഹം ട്രൈറ്റുകളെ തരംതിരിച്ചത്. ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് കാർഡിനൽ ട്രൈറ്റ് ആണ്. അതെല്ലാവർക്കും ഉണ്ടാകില്ല, മഹാന്മാരായ ആളുകൾക്കേ ഉണ്ടാകൂ എന്ന് നമ്മൾ പഠിക്കാറുണ്ട്. ദെൻ നമുക്ക് എല്ലാവർക്കും കാണുന്നത് സെൻട്രൽ ട്രൈറ്റ് ആണ്. സെൻട്രൽ ട്രൈറ്റ് അഥവാ മധ്യമ സവിശേഷകം നമുക്കുള്ളിൽ ഉണ്ടാകും, പക്ഷെ എപ്പോഴും പ്രകടമാകില്ല. ചില അവസരങ്ങളിൽ മാത്രം പ്രകടമാകുന്നത് ദ്വിതീയ സവിശേഷകം അഥവാ സെക്കൻഡറി ട്രൈറ്റ് ആണ്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുന്നേ ചെറിയൊരു കാര്യം ഒന്ന് പറയുകയാണ്. കേട്ടിട്ടില്ല, ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്. മുൻവർഷ ചോദ്യങ്ങൾ പോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള നിരവധി ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ ട്രൂവിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ ജനറൽ പേപ്പർ നിങ്ങൾക്ക് വളരെ സൗജന്യമായി തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്കുള്ള ലിങ്ക് താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഓർമ്മ പഠിക്കാനുണ്ട്. ഓർമ്മ പല തരത്തിലുണ്ട്. ഇതിൽ എപ്പിസോഡിക് മെമ്മറി, എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടതാണ്, ഒരു നിശ്ചിത സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എപ്പിസോഡിക് മെമ്മറി. അപ്പോൾ എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദ്യം. വളരെ ട്രിക്കി ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഗുണിത പഠനത്തിന്റെ ആവർത്തനം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ ആവർത്തിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരു ഫാക്റ്റ് പഠിക്കുകയാണ്. അതൊക്കെ സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നതാണ്, എന്തല്ല എപ്പിസോഡിക് മെമ്മറിയിൽ വരുന്നതല്ല. ദെൻ ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും അവിടെ സംഭവങ്ങൾ എന്ന് പറയുന്നുണ്ട്. ഒരു സംഭവം നമ്മൾ ഓർത്തെടുക്കുന്നത് എവിടെ തന്നെ വരുന്നതാണ്? എപ്പിസോഡിക് മെമ്മറി. ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഓർമ്മ എപ്പിസോഡിക് മെമ്മറിയാണ്. സോ ഓപ്ഷൻ ബി. ദെൻ ഓപ്ഷൻ സിയിൽ നോക്കിയേ, പാഠശാലയിൽ പഠിച്ച വിവിധ വിഷയ വിവരങ്ങൾ. ഇവിടെ വിഷയത്തെക്കുറിച്ച് ഓർത്തെടുക്കുക, അതൊക്കെ ഫാക്ച്വൽ ആണ്, അതൊക്കെ സെമാൻറ്റിക് മെമ്മറിയാണ്. അതുപോലെ ഒരു സംഭവത്തിന്റെ തീയതി ഓർമ്മിക്കുക. പല ആളുകൾക്കും ഇവിടെ കൺഫ്യൂഷൻ വരും. ഇവിടെ എന്ത് ഓർമ്മിക്കുക എന്നാ പറഞ്ഞത്? ഡേറ്റ് ഓർമ്മിക്കുക. ഡേറ്റ് ഓർമ്മിക്കുക എന്ന് പറയുമ്പോഴെല്ലാം അതൊക്കെ ഫാക്ച്വൽ ആണ്, സെമാൻറ്റിക് ആണ്. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച വർഷം അല്ലെങ്കിൽ
ഏതെങ്കിലും സുപ്രധാനമായ ഒരു തിയറി നിങ്ങൾ ഓർത്തിരിക്കുക, അത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമാണ്, അത് സെമാൻറ്റിക് മെമ്മറിയിൽ വരുന്നതാണ്. എപ്പിസോഡിക് മെമ്മറിയിൽ നിങ്ങൾ ഒരു സംഭവത്തെയാണ് ഓർത്തെടുക്കേണ്ടത്, ഒരു സംഭവത്തെ. അത് ഓപ്ഷൻ ബിയിൽ കിടക്കുന്നത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതിനെ പറയുന്നത്, ഇത് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ അധികം നടക്കാത്ത കാര്യമാണ്. ഇവിടെ എന്താ പറഞ്ഞത്, ഒരു പ്രൈമറി ക്ലാസ്സിലെ കുട്ടി നന്നായിട്ട് പഠിച്ചു. അപ്പോൾ 1ാം ക്ലാസ്സിലെ കുട്ടിയാണ് നന്നായിട്ട് പഠിച്ചു, അപ്പോൾ അവനെ 2ാം ക്ലാസ്സിലേക്ക് പോകാതെ അവൻ 4ാം ക്ലാസ്സിലേക്ക് ഇരിക്കട്ടെ എന്ന് പറയുന്നതിനെ നമ്മൾ പറയുന്നത് ഡബിൾ പ്രൊമോഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓപ്ഷൻ എ അഥവാ ത്വരിതപ്പെടുത്തൽ എന്നുള്ളതാണ് ആൻസർ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞ് ഒരു 20-21 കാറ്റഗറീസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. അതിൽ ആദ്യത്തെ 2 കാറ്റഗറി, 21 പറയുമ്പോൾ PWDയിൽ 21 അതുകൂടാതെ നമ്മൾ പൊതുവിൽ ഒരു 7-8 കാറ്റഗറി അല്ലെങ്കിൽ ഒരു 9 കാറ്റഗറി പറയുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ 2 കാറ്റഗറി, പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിൽ ആദ്യത്തെ 2 കാറ്റഗറിയിൽ നമ്മൾ പറയുന്നത് ഗിഫ്റ്റഡ് ചൈൽഡും മറ്റൊന്ന് ക്രിയേറ്റീവ് ചൈൽഡുമാണ്. ഈ 2 വിഭാഗത്തെ പലപ്പോഴും നമ്മൾ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാറില്ല. ഗിഫ്റ്റഡ് ചൈൽഡിന്റെ പ്രത്യേകത IQ കൂടുതലായിരിക്കും. IQ ഒരു പക്ഷേ 140 മുകളിലായിരിക്കും. IQ 140 മുകളിലായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അതേ പ്രായത്തിലുള്ള ആളുകൾ ചിന്തിക്കുന്നതിനും അപ്പുറം അവൻ ചിന്തിക്കും. അതുകൊണ്ട് തന്നെ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും യവനിൽ ഉപയോഗം ഉണ്ടാക്കില്ല, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും, അത് ബോറടിക്കും. അപ്പൊ അവനെ കുറച്ച് വലിയ ക്ലാസ്സിലാണ് നമ്മൾ ഇരുത്തേണ്ടത്. സോ അതിനു വേണ്ടി കൊടുക്കാൻ പറ്റുന്നതാണ് ഡബിൾ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ. നമ്മുടെ കേരളത്തിലൊന്നും അതത്ര പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല കേട്ടോ. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ക്രിയേറ്റീവ് ചൈൽഡിന് IQ 140 അല്ലെങ്കിൽ 130 മുകളിലാകണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഞാനിവിടെ IQ 140 എന്നാണ് എഴുതിയിട്ടുള്ളത്. IQ 130 മുകളിൽ എന്ന് പറഞ്ഞാലും ഓക്കെയാണ്, ഒരു 5-10 വ്യത്യാസമൊന്നും കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇനി ക്രിയേറ്റീവ് ചൈൽഡിന് IQ കൂടുതലാകണം എന്ന നിർബന്ധമില്ല, പക്ഷേ ഒരു മേഖലയിൽ നിശ്ചിത കാര്യങ്ങൾ വളരെ പുതുമയോടുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവന്റെ പ്രത്യേകത. ക്ലിയർ? സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മുടെ കേട്ടറ്റിന് തന്നെ ഒരു സ്ഥിരതയില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് തരം രേഖയാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടം, വളർച്ച, വികാസം, വ്യക്തിത്വം, കുടുംബ പശ്ചാത്തലം എന്നിവ ഉൾപ്പെടുന്ന സമഗ്രമായ ഒരു ചരിത്രം നൽകുന്നത്? ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ അക്കാദമിക് ഡെവലപ്മെന്റ്സ്, അവൻ്റെ വളർച്ച, അവൻ്റെ വികാസം, അവൻ്റെ വ്യക്തിത്വം, ഇതൊക്കെ രേഖപ്പെടുത്തുന്നത് ക്യുമുലേറ്റീവ് റെക്കോർഡിലാണ്, സഞ്ചിത രേഖയിലാണ്. ക്യുമുലേറ്റീവ് റെക്കോർഡിലാണ്. ദെൻ ഉപാഖ്യാന രേഖയിൽ സത്യത്തിൽ രേഖപ്പെടുത്തുക എന്താണ്? അവനിൽ നിന്നുണ്ടാകുന്ന ആക്സിഡന്റൽ ആയിട്ടുള്ള ബിഹേവിയറൽ റെസ്പോൺസ് ആണ്. ഒരു കുട്ടിയുടെ സ്വഭാവപരമായിട്ടുള്ള, ആകസ്മികമായി അവൻ ചെയ്യുന്ന സ്വഭാവപരമായ സവിശേഷതകളാണ് ഉപാഖ്യാന രേഖയിൽ രേഖപ്പെടുത്തുക. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി. ഈ പറഞ്ഞതാണ് കറക്റ്റ്. പക്ഷേ പലപ്പോഴും കേട്ടിട്ട് ഇത്തരം ചോദ്യങ്ങൾക്ക് എന്താ ആൻസർ കൊടുക്കാറുണ്ട്? ഉപാഖ്യാന രേഖ കൊടുക്കാറുണ്ട്. സത്യത്തിൽ എന്താണ് ഒരു വ്യക്തിയുടെ അക്കാദമിക നേട്ടങ്ങൾ, അവൻ്റെ വളർച്ച, അവൻ്റെ വികാസം, അവൻ്റെ കുടുംബത്തെക്കുറിച്ച്, അവൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ രേഖപ്പെടുത്തുന്നത് ഉപാഖ്യാന രേഖയിലല്ല, സഞ്ചിത രേഖയിലാണ്. ഉപാഖ്യാന രേഖയിൽ ഒരു വ്യക്തിയുടെ, ഒരു കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെയാണ് നമ്മൾ രേഖപ്പെടുത്തുക കേട്ടോ. അനക്ടോഡൽ റെക്കോർഡ് അഥവാ ഉപാഖ്യാന രേഖയിൽ ഒരു കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തുക. നേരെ തിരിച്ച് പലപ്പോഴും കേട്ടിട്ടിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ക്ലിയർ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ധാരണ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിനു ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേര്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ധാരണ രൂപീകരണം. ധാരണ രൂപീകരണം എന്ന് പറഞ്ഞാൽ കോൺസെപ്റ്റ് ഫോർമേഷൻ ആണ്. ഒരു ആശയം രൂപീകരിക്കുന്ന സമയത്ത് ആദ്യം പല സാഹചര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം, പല സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ പോയതിനു ശേഷം അവൻ എന്ത് ചെയ്യുന്നു? ഒരു പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്നു, കോമൺ ഫാക്ടേഴ്സിനെ തിരിച്ചറിയുന്നു. ഇതിന് പറയുന്ന പേര് അബ്സ്ട്രാക്ഷൻ അഥവാ അമൂർത്തീകരണം.
അമൂർത്തീകരണം എന്നാണ് കേട്ടോ, അമൂർത്തീകരണം എന്നാണ്. ഓക്കെ, അപ്പോൾ പല എക്സ്പീരിയൻസിലൂടെയും കടന്നു പോയിട്ട്, അപ്പോൾ എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുക എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് പലതും കോൺക്രീറ്റ് ആണ് അല്ലേ. മൂർത്തമായ പല എക്സ്പീരിയൻസിലൂടെയും കടന്നു പോയതിന് ശേഷം കുട്ടി എന്ത് ചെയ്യും? ആശയങ്ങൾ രൂപീകരിക്കും. അതിനെ നമ്മൾ അമൂർത്തീകരണമാണ് കേട്ടോ, അങ്ങനെ പഠിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു പല വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിക്കുന്നു, അഥവാ അമൂർത്തമായ ആശയത്തിലേക്ക് എത്തുന്നതിന് മുന്നേ പല അനുഭവങ്ങളിലൂടെയും കടന്നു പോകുന്നു. അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷം ആശയം രൂപീകരിക്കുന്നു. ആശയങ്ങൾ കാണാൻ പറ്റാത്തതാണ്, അതുകൊണ്ട് നമ്മൾ അതിന് പറയുന്ന പേര് അമൂർത്തീകരണം എന്നാണ്. അമൂർത്തീകരണം പല ആളുകളും തെറ്റിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അത് അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. എല്ലായ്പ്പോഴും സത്യം അന്വേഷിക്കുന്നു, ശരിയല്ലേ? നമ്മൾ പഠിക്കുന്നതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. സോ അത് ശരിയാണ്, നമുക്ക് വേണ്ട തെറ്റാണ്. പഠിതാവിന്റെ വ്യവഹാരം പഠിക്കാൻ ശാസ്ത്രീയ രീതികൾ ഉപയോഗിക്കുന്നു. കുട്ടികളുടെ പെരുമാറ്റങ്ങളും കുട്ടികളുടെ റെസ്പോൺസും ഒക്കെ അറിയാൻ വേണ്ടി നമ്മൾ സയന്റിഫിക് ആയിട്ടുള്ള രീതികൾ ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറുണ്ട്. ഇതൊരു മാനദണ്ഡ ശാസ്ത്രമാണ്. മാനദണ്ഡം എന്ന് പറയുമ്പോൾ നോംസ്, ചില നിയമങ്ങൾ നമ്മൾ വെക്കുന്നു. ആ നിയമങ്ങൾ കുട്ടി പൂർത്തീകരിക്കാൻ നിർബന്ധം പിടിക്കുന്നു. അതാണോ? അല്ല, ഒരിക്കലും ഇതൊരു നോർമേറ്റീവ് സൈക്കോളജി അല്ല. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് സൈക്കോളജിയാണ്. ഒരു പോസിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, കുട്ടി എങ്ങനെയാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ കുട്ടിയുടെ സാഹചര്യം എന്താണോ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ കുട്ടിയാണോ അവൻ ഇങ്ങനെ ചെയ്തിരിക്കണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കാറില്ല. അങ്ങനെ നിർബന്ധം പിടിക്കുന്നതിനാണ് മാനദണ്ഡ ശാസ്ത്രം. ഒരു നിശ്ചിത മാനദണ്ഡം കൊടുക്കും, ആ രീതിയിലെ കുട്ടികൾ പ്രവർത്തിക്കാവൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് മാനദണ്ഡ ശാസ്ത്രമാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അങ്ങനെയല്ല. കുട്ടിയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സോ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഒരു പോസിറ്റീവ് സൈക്കോളജിയാണ്. ഓക്കെ, ദെൻ ഒരു പ്രായോഗിക പെരുമാറ്റ ശാസ്ത്രമാണ് അല്ലെ. കുട്ടിയുടെ പ്രായോഗികമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ അവലോകനം ചെയ്യുന്ന ശാസ്ത്രമല്ലേ മനഃശാസ്ത്രം, വിദ്യാഭ്യാസ മനഃശാസ്ത്രം. അത് ശരിയാണ്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. ഓക്കെ, ദെൻ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് അവൾ ആഗ്രഹിച്ചിരുന്നിട്ടും ജില്ലാതല സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല. അപ്പോൾ സംഗീത മത്സരത്തിൽ ജില്ലാതലത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന കുട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇത് തൻ്റെ പാഠ്യേതര പ്രവർത്തനത്തിലെ ഒരു പ്രധാന ഭാഗമായി കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. അപ്പൊ കുട്ടി പറയാണ്, പങ്കെടുക്കാത്തത് നന്നായി, ഇതൊന്നും എൻ്റെ പഠനത്തിന്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു കോ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആള് ന്യായീകരിക്കുകയാണ്. ഇങ്ങനെ ന്യായീകരിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരെന്താ? യുക്തീകരണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? എനിക്കത് ഇഷ്ടമില്ല, നമുക്ക് ഒരു കാര്യം ഇഷ്ടമാണ് പക്ഷെ അത് കിട്ടിയില്ല, ആഗ്രഹിച്ചൊരു കാര്യം നമുക്ക് കിട്ടിയില്ല, കിട്ടാതെ വരുമ്പോൾ അത് കിട്ടാത്തത് നന്നായി എന്ന രീതിയിലൊക്കെ നമ്മൾ ന്യായീകരിക്കുന്നതിനും നമ്മൾ എന്ത് പറയും? യുക്തീകരണം എന്ന് പറയും. യുക്തീകരണത്തിന്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ ഒരു തെറ്റിനെ ശരിയല്ലാത്ത ന്യായീകരണങ്ങൾ കൊണ്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തീകരണം. യുക്തീകരണം രണ്ട് തരത്തിലുണ്ടെന്നൊക്കെ നമുക്കറിയാം അല്ലെ. മധുരിക്കുന്ന നാരങ്ങ, പുളിക്കുന്ന മുന്തിരി. ആഗ്രഹിച്ചത് കിട്ടാതെ വരുമ്പോൾ അത് കൊള്ളില്ല എന്ന് പറയുന്നത് പുളിക്കുന്ന മുന്തിരി, കുറുക്കന്റെ കഥയില്ലേ, അതിന് സമാനമായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഓപ്ഷനിലോ തന്നിട്ടുള്ളത്. ക്ലിയർ? ഇനി ധമനം, പ്രക്ഷേപണം, ഉദാത്തീകരണം ഇതൊക്കെ പലതരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസമാണ്, സമായോജന തന്ത്രങ്ങളാണ്. അതുകൂടി നന്നായി നോക്കി വെക്കുക. സോ ഇനിയും ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.